ഓരോ സിനിമ കഴിയും തോറും പല സിനിമയ്ക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് അല്ലേ? പല സിനിമയുടെ പല ആളുകളിലും തല വെച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസൈനർ ഒരു സിനിമയിൽ അഭിനയിച്ച് സ്വന്തം പടം ഡിസൈൻ ചെയ്യുമ്പോൾ, സ്വന്തം പടങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താ അറിവ് തോന്നുന്നു? ഭയങ്കര ഒന്നാമത് ഞാനിപ്പോൾ ഈ പടത്തിന് ടൈറ്റിൽ മാത്രമാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചിലപ്പോൾ നമുക്ക് ഒരു ഗുണവും കൂടിയാണത്. ഞാനങ്ങനെ പൊതുവെ എനിക്ക് എല്ലാ സ്വന്തം പടങ്ങളിലും ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കിട്ടുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പടം നന്നായിട്ട് അറിയാം. ഇപ്പം സ്ക്രിപ്റ്റ് വായിക്കുന്നത് തൊട്ടിട്ട് ക്രൂ അറിയാം, സെറ്റിംഗ് അറിയാം, പരിപാടി മൊത്തത്തിൽ അറിയാം. ചിലപ്പോൾ ഒരു പുതിയൊരു ഡിസൈനർ ഇന്നായിട്ട് വന്നിട്ട് ആ പടത്തിനെ മനസ്സിലാക്കി ചെയ്യുന്നതിനേക്കാളും എനിക്ക് ചിലപ്പോൾ ബെറ്റർ ഒരു പേഴ്സ്പെക്റ്റീവ് ആ പടത്തിന്റെ എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇപ്പൊ ഈ ടൈറ്റിൽ നമ്മൾ ചെയ്തത്. ഇതെനിക്ക് തോന്നുന്നു നമ്മളൊരു 2 മണിക്കൂർ എടുത്തിട്ട് എങ്ങാണ്ടോ ചെയ്തിട്ടുള്ളൂ. പൊതുവെ ഒരു 1.5 ആഴ്ചയൊക്കെ എടുത്താണ് നമ്മളൊരു പരിപാടി ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് പറഞ്ഞു കൊടുത്ത് ആ പയ്യൻ, ഇപ്പൊ ശ്രാവൺ എന്ന് പറഞ്ഞ പയ്യനെ ചെയ്ത്, അപ്പോൾ എളുപ്പം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. കാരണം എനിക്ക് പരിപാടി അറിയാം, എനിക്ക് ഇതിന്റെ കുറച്ച് വ്യക്തതയുണ്ട്. മനുഷ്യന് എന്താണ് താല്പര്യം, എന്താണ് വർക്കാവാന്ന് അറിയാം. അപ്പൊ എളുപ്പം ഒന്ന് വർക്കായി. അപ്പം ഒരു പടത്തിനെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗുണം. അത് എളുപ്പമാവും നമ്മുടെ പിന്നെ വേറൊരു കേസുണ്ട്. ഈ ചില ആളുകളുടെ പ്രാധാന്യം എവിടെയാണ്, ആ പോസ്റ്റിൽ എവിടെ പ്രാധാന്യം ഉണ്ടെന്ന് ഈ കഥ കേട്ടിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവരോട് സംശയം പോലും ചോദിക്കേണ്ടി വരില്ല. ഉറപ്പായിട്ടും അതാണ് ഒറ്റ ഡിസൈനിൽ തന്നെ ഇവരും ഓക്കെ ആവും. അതാണ് സെറ്റിങ്ങും കളറും എല്ലാം നമുക്ക് അറിയായിരിക്കും. അപ്പൊ അത് എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി കുറേ സിനിമകൾ ചെയ്തു, ഇനി ഒരു സിനിമ ചെയ്യണം. ഇപ്പം അഭിനയം എന്ന കുറച്ചിലേക്ക് വന്നുള്ളൂ. ഡിസൈൻ ചെയ്താണ് വലിയ സിനിമകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ചെറിയ സിനിമകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഒരു ഡിസൈനിങ് എന്നുള്ള ഒരു രീതി നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ തൃപ്തി വരുന്നത് എങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും? ഇപ്പം ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞു 2 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ ചെയ്യാൻ പറ്റും. നമുക്ക് തൃപ്തി സ്വയം വരുമല്ലോ, നമ്മൾ കേൾക്കാത്ത കഥകൾ. അത് ചെയ്യുമ്പോൾ ഒരു സമയം എടുത്ത് വേണം ചെയ്യാൻ. അത് തൃപ്തി വരുന്നത് എങ്ങനെയായിരിക്കും? ചേട്ടാ, ഇപ്പൊ പൊതുവെ ഓരോ പടത്തിനും ഓരോ പ്രോസസ്സാണ്, ഓരോ ഡിസൈനിനും ഓരോ പ്രോസസ്സാണ്. ചില സിനിമകളിൽ ഇപ്പം പടക്കളം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ഐഡിയ വരാൻ ചിലപ്പോൾ എനിക്ക് ഒരു മണിക്കൂർ എടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ഒരാഴ്ച എടുക്കുമായിരിക്കാം. പക്ഷെ അത് എക്സിക്യൂഷൻ ചിലപ്പോൾ സ്മോളർ ആയിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു ആർട്ടാണ് നമ്മൾ വരയ്ക്കുന്നെങ്കിൽ അതിന്റെ ഐഡിയ സിമ്പിൾ ആയിരിക്കും. പക്ഷെ അത് വരച്ചൊരു ഓയിൽ പെയിന്റിംഗ് ഒക്കെ ആക്കി വരാൻ ചിലപ്പോൾ ഒരു 3 മാസം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ സമയം വേരി ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും താല്പര്യം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് മിനിമലായിട്ട് കഥ പറയാന്നുള്ളതാണ്. ഒട്ടും ഒരുപാട് സാധനങ്ങൾ തിരികെ കയറ്റാണ്ട് ഒരു സാധനത്തിലൂടെ കഥ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബ്രഹ്മയുഗത്തിലൊക്കെ പോസ്റ്റർ ചെയ്തപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ശ്രമിച്ചേക്കുന്നത്, അങ്ങനെ എത്തിക്കാനാണ്. ഇപ്പം സിനിമയിലാണെങ്കിൽ ഒരു സീനിലൊക്കെ പരമാവധി ഡയലോഗ് കുറച്ചിട്ടാണല്ലോ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പരമാവധി സാധനങ്ങൾ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ പിടിക്കുക എന്ന് വിശ്വസിക്കുന്നു. ഡിസൈനർ ആയതുകൊണ്ടാണോ സിനിമയിലേക്ക് വന്നത്? ഒരിക്കലല്ല. ഞാൻ ചെറുപ്പം നാടകം പഠിക്കുന്നതുകൊണ്ടിട്ട് എനിക്ക് സിനിമയാണ് ആഗ്രഹം, അഭിനയിക്കാനാണ് ആഗ്രഹം. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഡിസൈനിങ്ങിലാണെങ്കിൽ പോലും ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന, ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആക്ടേഴ്സായിട്ട് ഇടപഴകാൻ പറ്റുന്നുണ്ട്, ഡയറക്ടേഴ്സായിട്ട് പറ്റുന്നുണ്ട്, എനിക്കൊരു സിനിമയുടെ ഫുൾ പ്രോസസ്സിൽ ഇൻവോൾവ് ആകാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഒരു ലേണിംഗ് ആണ്. ഞാനൊരു ആക്ടറിലേക്ക് എത്താനുള്ള ലേണിംഗ് ആയിട്ടാണ് ഞാനത് വിശ്വസിക്കുന്നത്. എനിക്കിപ്പം മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മമ്മൂക്കയുടെ അടുത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇത് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നേരിട്ട് കാണാം ഒരു ആക്ടർ എങ്ങനെ അതിൽ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എനിക്കത് പഠിച്ചെടുക്കാൻ ഉള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്കിപ്പം ഞാനൊരു വേറൊരു മേഖലയിൽ എനിക്ക് ഇത്രയും ക്ലോസ്ലി ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഡിസൈനും താല്പര്യമുണ്ട്, മാർക്കറ്റിംഗും താല്പര്യമുണ്ട്, ഒരു സാധനം സെല് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഒന്നും ഇടുന്നില്ല അല്ലേ? ഈ മാർക്കറ്റിംഗുകാരൊക്കെ പോകേണ്ടി വരും ഇപ്പൊ, എല്ലാത്തിലും വരുവാണോ? ഇല്ല, പറ്റുന്ന പണി ചെയ്യാ. വിശാഖൊക്കെ പൊക്കോട്ടോ, ഇവിടെ എല്ലാം ഈ പടം മൊത്തം മാർക്കറ്റ് ചെയ്യുന്ന എനിക്ക് വീട്ടിലിരുന്നാ മതി. ഇല്ല, നമുക്ക് ഏതാ ശരിയാവുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതൊക്കെയൊന്നും ശരിയാവും. അതെ, പിടിച്ചു നോക്കുക, ശരിയാവുന്നതിന് പോവാ. അതല്ലേ, എന്തായാലും യാത്ര തുടരട്ടെ, പടക്കളം ഗംഭീരമാകട്ടെ, 8 മണിക്ക് കിടന്നുറങ്ങട്ടെ. പക്ഷെ റിലീസ് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാം, തിയേറ്റർ വിസിറ്റ് ഉണ്ട്. വിജയബാബു 8 കഴിഞ്ഞ് തിയേറ്ററിൽ കൊണ്ടുപോകണം കേട്ടോ. ഞാൻ ആ തിയേറ്റർ വിസിറ്റ് നോക്കാൻ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മുടെ ഡയറക്ടർ 8 കഴിഞ്ഞ് 9 മണിയുടെ ഷോയ്ക്കും 10 മണിയുടെ ഷോയ്ക്കും എക്സ്ട്രാ ഷോ എന്നാൽ അതിനും വരുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ മൈൻഡ് പോയി നടക്കല്ലോ. അല്ല, അപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യല്ലോ, കണ്ടോണ്ടിരിക്കില്ലേ. അപ്പൊ കുഴപ്പമില്ലോ, സിനിമയ്ക്കല്ല പ്രൊമോഷൻ വേണ്ട, നമുക്ക് സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളെന്തായാലും 2 ദിവസം നൈറ്റ് ഷൂട്ട് ചെയ്തല്ലോ, പിന്നെ കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം. ആ എക്സ്പീരിയൻസ് എളുപ്പമുണ്ടല്ലേ 2 ദിവസത്തെ? അല്ല, അതിപ്പോ പറഞ്ഞു അന്ന് നടന്ന എങ്ങനെയാന്ന് പറഞ്ഞു. അല്ല, നോക്കാം, അതൊക്കെ അപ്പം നോക്കാം. ഇല്ല കേട്ടോ, നമ്മളല്ലാതെ നൈറ്റ് ഇപ്പം AD ആയിട്ട് പോകുമ്പോൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാ. അതും മറ്റേ ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ ചെന്നവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എന്തിനാ അതിനെ വെറുതെ കളയുന്നത്? ചേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും 9 മണിക്ക് ഉറങ്ങാന്നുള്ള ലക്ഷറി തന്നെയാണ്.
അത് 100%. എത്ര പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അങ്ങനെ കിട്ടുന്നൊരു ഭാഗ്യം വലുതാ. അതെ. ആ ഭാഗ്യവാൻ താങ്കളാണ്. എനിക്ക് കുറെ നാൾ കൂടി കാണാൻ പറ്റിയ. നീ ആയിട്ട് എടുത്തിട്ട് അല്ല ഇതെല്ലാം ഇന്റർവ്യൂവിൽ നമ്മൾ പറയണ്ട്. 8 മണിക്ക് ഉറങ്ങണ കാര്യം പറയാറുണ്ട്. റയർ അല്ലേ, അപ്പൊ പറയാം. ഭക്ഷണം അപ്പം 8 മണിക്ക് ഉറങ്ങണേ ഭക്ഷണം എത്ര മണിക്ക് കഴിക്കണം? 6:30 കഴിക്കും. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡ് വരുമോ? വേറെ വരും. നേരത്തെ 7:30 ആകുമ്പോൾ അവര് തരും, എത്തും. അതെ അല്ലേ? അത് ഇത് വേറെ എന്തോ ജീവിയെ പോലെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.